السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് റഹിമഹുല്ലാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ശരിയായ വിശ്വാസം വിവരിക്കുന്ന ഉസൂലുസുന്ന എന്ന ചെറുകൃതിയാണ് നാം വായിച്ചു പോരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയം ദജ്ജാലിൻ്റെ പുറപ്പാടിനെ കുറിച്ചാണ്. ഖുറൂജു ദജ്ജാൽ. ദജ്ജാൽ ഭൂമിയിലേക്ക് പുറപ്പെടുമെന്നും അങ്ങനെ അവൻ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ളത് അനേകം സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം അത് വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ശേഷമുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ആ ഭാഗം വായിച്ചതിന് ശേഷം അതിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. ഖാല റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, വൽ ഈമാനു അന്നൽ മസീഹ ദജ്ജാൽ ഖാരിജ് മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ വൽ അഹാദീസു അല്ലതി ജാഅത് ഫീഹി വൽ ഈമാനു ബിഅന്ന ദാലിക കായിൻ. അതുപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമായി അംഗീകരിക്കാൻ ഒരാൾ അനിവാര്യമായും വിശ്വസിക്കേണ്ട കാര്യമാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് പുറപ്പെടുന്നവനായിരിക്കും. മസീഹുദ് ദജ്ജാൽ പുറപ്പെടുന്നവനായിരിക്കും. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, അവൻ്റെ ഇരു കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാകും. വൽ അഹാദീസു അല്ലതി ജാഅത് ഫീഹി, അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. വൽ ഈമാനു ബിഅന്ന ദാലിക കായിൻ, ഇതെല്ലാം സംഭവിക്കുമെന്നുള്ളത് ഒരാൾ വിശ്വസിക്കൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, മസീഹുദ് ദജ്ജാൽ നമ്മൾ ഓരോ നിസ്കാരത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് നാം അല്ലാഹു തആലയോട് കാവലിനെ ചോദിക്കുന്ന ഒരു കാര്യമാണത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അസാബിൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നാം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷമാണ് നമ്മൾ നിസ്കാരത്തിൽ നിന്നും സലാം പറഞ്ഞു മടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഫർളും സുന്നത്തുമായ ഓരോ നിസ്കാരത്തിലും മസീഹുദ് ദജ്ജാലിൽ നിന്നും രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ളത്? കാരണം അതിൻ്റെ ഫിത്ന, അതിൻ്റെ കുഴപ്പം, അത് ഗൗരവമുള്ള കാര്യമാണ്. മസീഹുദ് ദജ്ജാൽ ഇറങ്ങുന്ന കാലത്തൊരാൾ ജീവിക്കാൻ ഇടയായാൽ അയാളുടെ ദീൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും രക്ഷ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നാണ്. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ആളുകളെ നന്നായി പിഴപ്പിക്കുന്ന പെരുന്നുണയൻ എന്നാണ്. അവൻ പറയുന്നതെല്ലാം നുണയായിരിക്കും, സത്യം പറയുകയില്ല. അങ്ങനെ ആളുകളെ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിച്ചു കളയുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ള മറ്റനേകം പരീക്ഷണങ്ങൾ പോലെയുള്ള ഒരു പരീക്ഷണമാണ്. അതല്ലാതെ അള്ളാഹുവിനോട് പോരാടാൻ വരുന്ന മറ്റൊരു ശക്തിയോ മറ്റൊന്നുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പടച്ചതുപോലെ, ശൈത്താന്മാരെ, ജിന്നുകളെ പടച്ചതുപോലെ, മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഉപദ്രവകാരികളെ പടച്ചതുപോലെ അവൻ്റെ മഹത്തായ ഹിക്മത്തുള്ള അവൻ്റെ മറ്റൊരു പരീക്ഷണമാണ് ദജ്ജാലിൻ്റെ ഫിത്ന എന്ന് പറയുന്നത്. ആ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് കഴിവുകൾ നൽകപ്പെട്ടവനാണ്. അവനൊരുപാട് കഴിവുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവന് മഴ പെയ്യിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആളുകളെ ജീവിപ്പിക്കാൻ അവന് സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അവൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മസീഹുദ് ദജ്ജാൽ എന്ന പേരിനർത്ഥം, മസീഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവൻ്റെ മംസൂഹുൽ ഐൻ എന്നാണ്. അവൻ്റെ ഒരു കണ്ണ് മായ്ക്കപ്പെട്ടവനായിരിക്കും. അത് അവൻ ഒറ്റ കണ്ണാണുള്ളത്, ഇരു കണ്ണുകളില്ല. അവനൊരു കണ്ണ് മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് മസീഹുദ് ദജ്ജാൽ, കണ്ണു മാഞ്ഞുപോയവൻ എന്ന അർത്ഥത്തിൽ അവന് പേര് വന്നിട്ടുള്ളത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഅന്നഹു യംസഹുൽ അർദ കുല്ലഹാ ഫി 40 യൗമൻ ഇല്ലാ മക്കത വൽ മദീന,
മക്കയും മദീനയും ഒഴികെയുള്ള ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളിലും അവൻ എന്ത് ചെയ്യുന്നതായിരിക്കും? സഞ്ചരിക്കുന്നതായിരിക്കും. അവൻ സ്പർശിക്കാത്തതായ, അവൻ സഞ്ചരിക്കാത്തതായ ഒരു പ്രദേശവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് മസീഹു ദജ്ജാൽ എന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ്. രണ്ടും ശരിയായ കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവൻ്റെ കണ്ണൊന്ന് മാഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ മക്കയും മദീനയും ഒഴികെയുള്ള ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും അവൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള ആളുകളെല്ലാം കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. അത് പറയപ്പെട്ടതുപോലെ അവൻ പെരുന്നുണയനാണ് അവൻ. ആളുകൾക്കിടയിൽ ഒരുപാട് ഫിത്ന ഉണ്ടാക്കുന്ന ഒരുവനുമാണ്. ഇമാം മുസ്ലിം ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ മുദ്ദരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാൻ, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅ ഖൽഖുൻ അക്ബറു മിനദ് ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ചതു മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള അത്രയും പടപ്പുകൾക്കിടയിൽ ദജ്ജാലിനേക്കാളും വലിയൊരു പടപ്പിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. വേറെ ചില റിവായത്തിൽ അംറുൻ അക്ബറു മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ വിഷയം പോലത്തെ ഒരു കാര്യം അള്ളാഹു താല വേറെ പടച്ചിട്ടില്ല എന്നാണ്. നമുക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങ് വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഏറ്റവും വലിയ ഫിത്നയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അത് ഈ ദജ്ജാലിന്റെ ഫിത്നയാണ് എന്ന് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരിയിൽ മറ്റൊരു ഹദീസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇന്നി ലഉൻദിറുകുമൂഹ്, തീർച്ചയായും ഞാനിതാ നിങ്ങളെ അവനെ തൊട്ട് താക്കീത് ചെയ്യുകയാണ്. സഹാബികളോട് പറഞ്ഞതാണ്. എന്നിട്ട് അവിടുന്ന് അറിയിച്ചു, വമാ മിൻ നബിയിൻ ഇല്ല അൻദറ ഖൗമഹു, ഒരു നബിയും ഉണ്ടായിട്ടില്ല ഇല്ല അൻദറ ഖൗമഹു, അവിടുത്തെ ഖൗമിനോട്, അവിടുത്തെ ജനങ്ങളോട് മസീഹു ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാത്തതായിട്ട് ഒരു നബിയും ഉണ്ടായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ലഖദ് അൻദറ നൂഹുൻ ഖൗമഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് മസീഹു ദജ്ജാൽ വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് താക്കീത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ നബിമാരും വരുമ്പോൾ അവരുടെ ഖൗമിനോട് പറഞ്ഞ ഒരു താക്കീതാണ് ഇങ്ങനെ മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന ഒരു പടപ്പ് വരാനുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചു കൊള്ളുക എന്ന് ഓരോരുത്തരും ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, വലാകിന്നി അഖൂലു ലക്കും ഫീഹി ഖൗല, പക്ഷേ മറ്റു നബിമാർ പറയാത്തതായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ലം യഖുൽഹു നബിയ്യുൻ ലിഖൗമിഹി, ഒരു നബിമാരും അവരുടെ സമുദായത്തോട് അത് പറഞ്ഞിട്ടില്ല. എന്താണത്? തഅലമൂന അന്നഹു അഅ്വർ, നിങ്ങൾ മനസ്സിലാക്കണം അവൻ ഒറ്റക്കണ്ണനാണ്. വ അന്നല്ലാഹ ലൈസ ബിഅഅ്വർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കണ്ണനല്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? കാരണം ഇവൻ എത്തിയതിനു ശേഷം ഇവൻ ആളുകളോട് പറയുക ഞാൻ റബ്ബാണ് എന്ന് പറയും. എന്നിട്ട് റബ്ബാണെന്ന് പറയാൻ അവൻ ചില കാര്യങ്ങളൊക്കെ കാണിക്കും, ചില അത്ഭുത സിദ്ധികളൊക്കെ കാണിക്കും. അവൻ ആളുകളെ ജീവിപ്പിക്കുന്നുണ്ടാകും. അങ്ങനെ പല അത്ഭുത സിദ്ധികൾ എന്ത് ചെയ്യാൻ സാധിക്കും? അവൻ കാണിക്കും, മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും. അപ്പോൾ അവൻ ചോദിക്കും, ആരാണ് മരിച്ചവരെ ജീവിപ്പിക്കുക? റബ്ബല്ലേ. അപ്പോൾ ഈമാൻ ഇല്ലാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാത്തതായ ആളുകൾ എന്ത് ചെയ്യും? വിശ്വസിക്കും അപ്പോൾ റബ്ബ് തന്നെയാണ്. അവൻ സ്വർഗ നരകങ്ങളൊക്കെ ചില ജാലവിദ്യകളിലൂടെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആളുകൾ അവനിൽ വിശ്വസിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അടയാളം പറഞ്ഞു തരികയാണ്. അവൻ്റെ ഇരു കണ്ണുകളുടെ ഇടയിൽ മുഅ്മിനീങ്ങൾക്ക് കാഫിർ എന്ന് എഴുതപ്പെട്ടത് വായിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ അവനൊരു കണ്ണില്ല, ഒറ്റ കണ്ണു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്കത് ദജ്ജാലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ബുഇസ നബിയ്യുൻ ഇല്ലാ വഅൻദറ ഉമ്മതഹുൽ അഅ്വറൽ കദ്ദാബ്, ഒരു നബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല അവർ അവരുടെ സമുദായത്തോട് എന്ത് പറയാതെ, എന്ത് താക്കീത് ചെയ്യാതെ, അൽ അഅ്വറൽ കദ്ദാബ്, പെരുന്നുണയനായ ആ ഒറ്റക്കണ്ണനെ കുറിച്ച്, അഥവാ ദജ്ജാലിനെയാണ് ഉദ്ദേശം, താക്കീത് ചെയ്യാതെ ഒരു നബിയും എന്ത് ചെയ്തിട്ടില്ല? നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയത്തെ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതെന്ന് പറഞ്ഞാൽ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അതങ്ങനെ വരുന്നൊരു വ്യക്തിയൊന്നുമല്ല, അതൊരു സങ്കല്പമാണ്. കാരണം ആ വാക്കിനർത്ഥം കുഴപ്പങ്ങളും അതുപോലെ തന്നെ ഫിത്നകളും ഒക്കെയാണല്ലോ. അതുകൊണ്ട് ഒരു സങ്കല്പമാണ്. അങ്ങനെ ദജ്ജാലിനെ കുറിച്ചൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നാൽ ഇതേ ആളുകൾ തന്നെ എപ്പോഴും ദജ്ജാലിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുമുണ്ട്. വൈരുദ്ധ്യമാണ് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ദജ്ജാലിനെ നിഷേധിക്കുകയും ചെയ്യും, എന്നിട്ട് നിസ്കാരത്തിൽ ദജ്ജാലിൽ നിന്നും രക്ഷ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ സഹോദരങ്ങളെ, ഒരുപാട്
ഹദീസുകളിലൂടെ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഒരുപാട് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ദജ്ജാൽ എന്ന് പറയുന്ന പടപ്പതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ സൃഷ്ടികളിൽ വളരെ മോശപ്പെട്ട ഒരു പടപ്പാണ്. അത് അല്ലാഹു തആല ആളുകൾക്ക് പരീക്ഷണത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ്. അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിക്കുന്ന മുത്തഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും അള്ളാഹു രക്ഷ നൽകുന്നതായിരിക്കും. എന്നാൽ ദുർബലമായ വിശ്വാസമുള്ള, യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കാത്ത ആളുകൾ ഇവൻ്റെ ഫിത്നയിൽ പെട്ടുപോവുകയും ചെയ്യും. മറ്റ് അനേകം ഫിത്നകളുടെ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. സമ്പത്തിൻ്റെ ഫിത്നയാകട്ടെ, സ്ത്രീകളുടെ ഫിത്നയാകട്ടെ, അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ ഫിത്നകളാകട്ടെ, ആർക്കാണ് അതിൽ നിന്ന് രക്ഷ ലഭിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായ ഇഖ്ലാസുള്ള, സിദ്ഖുള്ള, സത്യസന്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കുഴപ്പങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെ നമ്മൾ വിശ്വസിക്കുക, അങ്ങനെ ദജ്ജാൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളത്തിൽപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അല്ല. തീർച്ചയായും ദജ്ജാലിനെ മാത്രമായിരിക്കില്ല അവർ നിഷേധിക്കുക. അവരുടെ നിഷേധം ഇത്തരത്തിലുള്ള അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരുപാട് ഗൈബിയായ കാര്യങ്ങളെ കൂടിയുള്ള നിഷേധം തന്നെയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി ഈ കാര്യത്തെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. മുഅ്തസിലിയ ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അഖ്ലിന് നഖ്ലിനേക്കാൾ, പ്രമാണങ്ങൾക്ക് ബുദ്ധിയേക്കാൾ സ്ഥാനം നൽകാത്ത, അതല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രമാണങ്ങളെക്കാൾ സ്ഥാനം നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ അവർ നിഷേധിക്കാറുണ്ട്. നമ്മൾ നേരത്തെ പലതും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഖബറിലൊന്നും ശിക്ഷ ഉണ്ടാവുകയില്ല, വിചാരണക്കപ്പുറത്ത് മാത്രമാണ് ശിക്ഷ എന്ന് പറഞ്ഞ് ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദജ്ജാലിനെ കുറിച്ചും അതുപോലെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിഷേധിക്കുന്നത് എന്ന് നമ്മൾ സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്യുന്ന വിഷയം അത് നുസൂലു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമെന്നും ശേഷം ദജ്ജാലിനെ കൊല്ലുമെന്നുമുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ദജ്ജാലിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇനിയുള്ളൊരു പുറപ്പാടിനെ കുറിച്ച്, അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് അറിയിക്കുന്നത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുക, അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്ന് അറിയുന്നവരാണ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പറയുന്ന കാര്യം ഈസ എന്ന് പറയുന്ന നബിയെ വിശ്വസിക്കുക എന്നുള്ള കാര്യമല്ല, മറിച്ച് വഅന്ന ഈസ ഇബ്ന മർയം അലൈഹിസ്സലാം യൻസിലു ഫയഖ്തുലുഹു ബിബാബിലുദ്ദിൻ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നതായിരിക്കും, എന്നിട്ട് ഫയഖ്തുലുഹു അഥവാ ദജ്ജാലിനെ കൊല്ലുന്നതായിരിക്കും ബിബാബിലുദ്ദിൻ, ബാബുലുദ് എന്ന് പറയുന്ന ഫിലിസ്തീനിലുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും? ഈ ദജ്ജാലിനെ കൊല്ലും എന്നാണ് പറയുന്നത്. അപ്പം അതുവരെ അവൻ്റെ ഫിത്നകൾ തുടർന്നുകൊണ്ടേയിരിക്കും, അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ടാണ് ഈ ദജ്ജാലിനെ വധിച്ചു കളയുക എന്നതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ ആരാണ്? യഹൂദർ ഇതിനെ നിഷേധിക്കുന്ന ആളുകളാണ്. യഹൂദർ പറയുന്നത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെട്ടു എന്നാണ്. അവരാണ് കൊല്ലാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പെട്ടു എന്നാണ് അവർ വാദിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 157, 158 ആയത്തുകളിൽ ഈ ഒരു അവരുടെ വാദങ്ങളെ, പൊള്ളവാദത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നിഷേധിച്ച് പറയുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവർ അദ്ദേഹത്തെ ക്രൂശിലേറ്റിയിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് കാര്യങ്ങൾ അങ്ങനെ തോന്നപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അവർ കൊന്നതോ ക്രൂശിലേറ്റിയതോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ല. അതുകൊണ്ട് അവരുടെ ആ വാദം തെറ്റാണ്. വഇന്നല്ലദീന ഇഖ്തലഫൂ ഫീഹി ലഫീ ശക്കിൻ മിൻഹും മാ ലഹും ബിഹി മിൻ ഇൽമിൻ ഇല്ല ഇത്തിബാഅ അദ്ദന്ന വമാ ഖതലൂഹു യഖീന, തീർച്ചയായും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ സംശയത്തിലാണ്, അവർക്ക് ഉറപ്പൊന്നുമില്ല. അവരങ്ങനെ സംശയത്തിൽ ഊഹത്തെ പിൻപറ്റിക്കൊണ്ട് പറയുകയാണ്, മാ ലഹും ബിഹി മിൻ ഇൽം, അവർക്ക് യാതൊരു വ്യക്തമായ അറിവുമില്ല. ഈ കാര്യത്തിൽ അവർ വെറുതെ വാദിക്കുകയാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചുപോയി, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, അവർക്ക് ഇല്ലിത്തിബാഅ അദ്ദൻ, അവർ ദന്നല്ലാതെ മറ്റൊന്നും പിൻപറ്റുന്നില്ല. വമാ ഖതലൂഹു യഖീന, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവർക്ക് യാതൊരു യഖീനുമില്ല, അവരുടെ കൊലപാതകത്തിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് യാതൊരു ഉറപ്പും അവർക്കില്ല. മറിച്ച് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നു, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി,
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്, ആകാശ ലോകത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന് എവിടെയാണുള്ളത്? ആകാശ ലോകത്താണുള്ളത്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്? ഗൈബിയായ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഒരു സമയമെത്തുന്ന വേളയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം യത്ലുബു ദജ്ജാല ഹത്താ യുദ്രികഹു ബിബാബി ലുദ്. ഇതാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മത്നിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കിതാബിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് ഈ ഹദീസിന്റെ ഭാഗമാണ്. എന്താണ് പറയുന്നത് ഹദീസിൽ? തീർച്ചയായും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ തേടി നടക്കുകയും അങ്ങനെ ബാബു ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത്, അഥവാ ഫലസ്തീനിലുള്ള ബാബു ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അവനെ പിടികൂടുകയും ഫയഖ്തുലഹു, അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അങ്ങനെ തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, യഖ്തുലു ഇബ്നു മറിയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്തുലു ഇബ്നു മറിയം അദ്ദജ്ജാല ബിബാബി ലുദ്. ഇബ്നു മറിയം അഥവാ ഈസ ഇബ്നു മറിയം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ ബാബു ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് കൊല്ലുക തന്നെ ചെയ്യും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് നമ്മൾ വളരെ കൃത്യമായി വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുക അത് പാടില്ലാത്ത കാര്യമാണ്. ഖാദിയാനികളും മറ്റുമൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഖബർ അവിടെയുണ്ട് എന്ന് പറയുന്ന വിശ്വാസം അത് കുഫ്രൻ വിശ്വാസമാണ്, ഖുർആനിനെതിരായിട്ടുള്ള വിശ്വാസമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഖബർ ലോകത്ത് എവിടെയുമില്ല. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നസ്സുള്ള കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വമാ ഖതലൂഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവർ കൊന്നിട്ടില്ല, അവർ ക്രൂശിച്ചിട്ടുമില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് മസീഹ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ മിസീഹ എന്നവർ പറയുന്നത്. അത് അതിന്റെ ഭാഷയിലാണ്, അറാമീസ് ഭാഷയിൽ പറയുന്നതാണ്. മസീഹ് എന്ന അറബിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ മസീഹ്, ദജ്ജാലിന് മസീഹ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിക്കും മസീഹ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ മുറാദ്, ഉദ്ദേശം വ്യത്യാസമുണ്ട്. ദജ്ജാലിനെ കുറിച്ച് പറയപ്പെടുന്ന മസീഹ് ദലാല അഥവാ ദലാലത്തിന്റെ മസീഹാണ്. ആ മസീഹിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മസീഹ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് മാഞ്ഞുപോയവനാണ്, ഭൂമിയിൽ സകല പ്രദേശത്തും റോന്ത് ചുറ്റുന്ന ഒരുവനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മസീഹുൽ ഹുദയാണ്, സന്മാർഗത്തിന്റെ മസീഹാൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മസീഹ് എന്ന് പേര് വന്നത്? പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം, നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിൽപ്പെട്ട കാര്യമാണ്. അദ്ദേഹം രോഗികൾക്ക് എന്ത് ചെയ്യും? തടവും, അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തടവും, അവർക്ക് അങ്ങനെ ശിഫയുണ്ടാകും. കണ്ണ് കാണാത്തവർക്ക് കാഴ്ച ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പല അസുഖങ്ങളുമുള്ള ആളുകൾക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തടവുകയും അവരുടെ രോഗം പെട്ടെന്ന് ശിഫയാവുകയും ചെയ്യും. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രവാചകനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അള്ളാഹു താല നൽകിയിട്ടുള്ള മുഅ്ജിസത്താണ്. അപ്പോൾ ആ രണ്ട് മസീഹും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിനും മസീഹ് എന്ന പേരുണ്ട്, പക്ഷേ അതിൻ്റെ ഉദ്ദേശം സഹോദരങ്ങളെ വ്യത്യാസമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത് എപ്പോഴാണ്? അത് ഹദീസിൽ കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അത് ഖിയാമത്ത് നാൾ അടുക്കുന്ന വേളയിൽ മാത്രമാണ്. ഖിയാമത്ത് നാൾ അടുക്കുന്ന വേളയിലാണ്. ദജ്ജാലിൻ്റെ പുറപ്പാടിന് ശേഷമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ചില ആളുകൾ, ചില ദലാലത്തിൽ പെട്ടുപോയിട്ടുള്ള, ചില വഴികേടിൽ പെട്ടുപോയിട്ടുള്ള ചില ആളുകൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുകയില്ല, നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അങ്ങനെയും ബുദ്ധിമോശം സംഭവിച്ചു പോയ ആളുകളുണ്ടോ, മനുഷ്യന്മാരിൽ അത്രക്കും വിവരമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇങ്ങനെയൊക്കെ ആളുകൾക്ക് സംഭവിക്കുമെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദജ്ജാലിനെ കുറിച്ചൊക്കെ ഇത്രയും കേട്ടതിന് ശേഷവും ഖിയാമത്ത് നാളിൽ ആളുകളിൽ ബഹുഭൂരിപക്ഷവും ദജ്ജാലിനോടൊപ്പം പോകുമെന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ യഖീനാവുകയാണ് ചെയ്യുക. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ദജ്ജാലിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു, കാണിച്ചു തന്നു, അതിൻ്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നാൽ പോലും ദജ്ജാലിനോടൊപ്പമാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഖിയാമത്ത് നാളിൽ അവൻ്റെ ഫിത്നയിൽ എത്തിപ്പെടുക എന്നാണ് ഹദീസുകളിൽ വരുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് അല്പം അത്ഭുതം നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ആ അത്ഭുതം നമുക്ക് നീക്കിത്തരുന്ന ചില സംഭവങ്ങളാണ്. ഇന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന മനുഷ്യനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ?
ഇന്ത്യയിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. ഇന്ത്യയിലുണ്ട് എന്നാണ് പറയുന്നത്. ഡൽഹിയിലുണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരും. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേര് ഈസ എന്നല്ല. എന്നാൽ തെരഞ്ഞെടുക്കുമ്പോൾ ഈസ എന്നുള്ള ഒരാളെങ്കിലും ഒക്കെ തെരഞ്ഞെടുക്കേണ്ട, ആളുകൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാക്കാൻ. ഇന്ത്യയിൽ ഈസാ നബി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യന്റെ പേര് ഷക്കീൽ ബിൻ ഹനീഫ് എന്നാണ് അത്ര. അയാൾ ഈസാ നബിയാണെന്നാണ് ചില ആളുകളുടെ വാദം. അയാൾ ഈസാ നബി എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, എത്ര വലിയ അബദ്ധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന മദ്രസ പാഠങ്ങളെങ്കിലും ഒക്കെ പഠിച്ച ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫിത്നയിൽ പെട്ടുപോകാൻ സാധിക്കുക? കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുറപ്പാട് എപ്പോഴാണ് ഉണ്ടാകുക? ദജ്ജാൽ വന്നതിന് ശേഷമാണ്. ഭൂമിയിൽ ദജ്ജാൽ എവിടെയാണ് ദജ്ജാൽ വന്നിട്ടുള്ളത്? ഈ ആളുകൾക്ക് അതിന് മറുപടിയില്ല. മറിച്ച് നാം നേരത്തെ പറഞ്ഞതുപോലെ ദജ്ജാലിനെ ഒക്കെ മറ്റെന്തോ ഒരു കാര്യമായി അവതരിപ്പിക്കുകയാണ്. നേർക്ക് നേരെ ഒന്നല്ല. ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ചില കാര്യങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നൊക്കെ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയിട്ട് ഇയാൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ് പറയുന്നത്. അതുപോലെ ഇമാം മഹദി ഇറങ്ങി വരേണ്ടതാണ്. ഇമാം മഹദി എവിടെ? ലോകത്തോട് ഇമാം മഹദി ഇറങ്ങിയതായിട്ട് നമുക്കറിയുകയില്ല. ഈ ആളുകൾ പറയുകയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത്. എങ്കിൽ ദജ്ജാൽ എവിടെ? മഹദി എവിടെ? ഉത്തരമില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആകാശ ലോകത്തുനിന്നും ഇറങ്ങി വരുമെന്നാണ്. കാരണം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശ ലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഉയർത്തിയാൾ പിന്നെ എങ്ങനെയാണ് വരിക? ഇറങ്ങി വരികയാണ് ചെയ്യുക. അതല്ലാതെ ഏതെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ജനിക്കുകയല്ല. ഈ പറഞ്ഞ മനുഷ്യൻ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മകനായി ഇന്ത്യയിൽ ജനിച്ച ഒരാളാണ്. ഇയാൾ എങ്ങനെയാണ് ആകാശ ലോകത്തു നിന്ന് ഇറങ്ങുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മകൻ? അത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ട് എന്നാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ട കാര്യം. ഇതിൽ നിന്ന് പെട്ടുപോയിട്ടുള്ള ആളുകൾ അത് ഏതെങ്കിലുമൊക്കെ ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരല്ല. നമ്മളെപ്പോലെയൊക്കെ ബുദ്ധിയും അറിവും കഴിവും ഒക്കെ ഉള്ള, ചിന്തിക്കാനൊക്കെ അപഗ്രഥിക്കാനൊക്കെ കഴിവുള്ള ആളുകളാണ് ഇതിൽ പെട്ടുപോയിട്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും ദുർബലനാണെന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. എന്തിൻ്റെ പിന്നിൽ പോകാനും ആൾക്കാരുണ്ടാവും. എന്ത് ദുർബലവാദവുമായി ആൾക്കാർ വന്നാൽ ആളല്ലേ നമ്മൾ കണ്ടില്ലേ, എന്നാൽ ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന് ഖബറിൽ കിടക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിനും ആളുണ്ടാവും. മനുഷ്യന്മാർ അത്രയും ബുദ്ധിമോശം സംഭവിച്ചു. അതുകൊണ്ടാണ് കിതാബിൻ്റെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ബിദ്അത്തുകാരെ നമ്മൾ കേൾക്കാൻ പാടില്ല, ബിദ്അത്തുകാരുടെ സംസാരം കേൾക്കാൻ നമ്മൾ പോകാൻ പാടില്ല. കാരണം നമ്മുടെ ഖൽബ് എന്ന് പറയുന്നത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും ഉറച്ചു വെക്കാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. ഖൽബിൻ്റെ പേര് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ്. പെട്ടെന്ന് പതറിപ്പോവും. നമ്മുടെ ബുദ്ധിക്കോ കഴിവിനോ ഒന്നും ഈ ഖൽബിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. അത് എളുപ്പം റാഞ്ചിയെടുക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ സംസാരങ്ങൾക്ക്, ളലാലത്തിന്റെ സംസാരങ്ങൾക്ക് നമ്മുടെ കാത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നമുക്ക് തൗഹീദ് ഉണ്ടായ ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിഴവായിട്ടാണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ചില വളരെ ന്യൂനപക്ഷമാണ്, വലിയൊരു വിഭാഗമൊന്നുമല്ല. അതാണ് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വരേണ്ട ആളാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മലായിക്കത്തുകളുടെ സഹായത്തോടു കൂടിയാണ് ഇറങ്ങി വരിക. ചുറ്റും മലായിക്കത്തുകളുണ്ട്. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നത്? ദമസ്കസിലാണ്. ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. ഒരു മസ്ജിദുണ്ട്, ആ മസ്ജിദിന്റെ വെള്ള മിനാരമുള്ള മസ്ജിദുണ്ട്. അവിടെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. അതല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഉപ്പയുടെ ഉമ്മയുടെയും മകനായി ജനിക്കുക എന്നുള്ളതല്ല. അപ്പോൾ വളരെ കൃത്യമായി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വിരുദ്ധമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചുരുണ്ട മുടിയായിരിക്കും. ആ മുടിയിൽ ഇങ്ങനെ വെള്ളം നനഞ്ഞ് വെള്ളമുറ്റുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം കയറി വരിക. എന്നിട്ട് അദ്ദേഹം ഇമാം മഹദിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കും. ഇതൊക്കെ വളരെ കൃത്യമായി അറിയുന്ന കാര്യമാണ്. വളരെ കൃത്യമായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയാൽ ഏതെങ്കിലുമൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ മാത്രം കുറച്ച് ആൾക്കാർ അറിയുന്ന കാര്യമായിരിക്കും അത്. ലോകം മുഴുവൻ അറിയില്ലേ? ദജ്ജാൽ ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയില്ലേ? ദജ്ജാൽ ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും. ഇമാം മഹദി ഇറങ്ങിയാൽ ലോകം മുഴുവൻ അറിയും. അതല്ലാതെ ഓരോ പഞ്ചായത്തിൽ ഓരോരുത്തർ ഇറങ്ങി ഞാനാണ് ഇമാം മഹദി, മറ്റൊരു പഞ്ചായത്തിൽ ഞാനാണ് ഇമാം മഹദി, അല്ല, അങ്ങനെ ഇമാം മഹദിമാർ ഇഷ്ടം പോലെ ഉണ്ട്. പല ജില്ലകളിലും കുറെ ഭ്രാന്തായി കഴിഞ്ഞാൽ ഞാൻ ഇമാം മഹദിയാണെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുണ്ട്. ആർക്കും പരസ്പരം അറിയില്ല. അവൻ്റെ അപ്പുറത്തെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അറിയുണ്ടാവില്ല ഇമാം മഹദി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ നബിയാണെന്ന് പറയുന്നവൻ്റെ അവസ്ഥയും. അപ്പുറത്തെ വീട്ടിലുള്ളവൻ അറിയുണ്ടാവില്ല ചിലപ്പോൾ ഇവൻ നബിയാണ്. കാരണം ഇവൻ സോഷ്യൽ മീഡിയയിലൊക്കെയാണ്, അവിടെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇവൻ അവിടെയാണ് ആൾക്കാരെ ഫിത്തനയിലും കുഴപ്പത്തിലൊക്കെ ആക്കുന്നത്. അപ്പോൾ ഈ സഹോദരങ്ങൾ, ഇത്രയും ദുർബലമായ വാദങ്ങൾ, അതായത് അങ്ങനെയുള്ള ആളുകൾക്ക് പോലും അതിൻ്റെ പിന്നാലെ പോകാൻ പോലും ആളുകളുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്. സാന്ദർഭികമായി പറഞ്ഞത്. കാരണം നമ്മുടെ വിഷയം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ നുസൂലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കേണ്ടവരാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് ഖിയാമത്ത് നാളിനോട് അടുത്തായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ദജ്ജാലിനെ കൊല്ലുക, അത് സംഭവിക്കുന്നതാണ്. അത് ബാബുൽ ലുദ് എന്ന് പറയുന്ന
ഫലസ്തീനിൽ ഒരു പ്രദേശത്ത് വെച്ചാണ് സംഭവിക്കുക. ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കേണ്ട ഒരു കാര്യമായിട്ട് സഹോദരങ്ങളെ നമ്മൾ അറിയുക. എന്നാൽ ഇത്തരത്തിലുള്ള ദലാലത്തിൻ്റെ ആളുകളിൽ നിന്നും നമ്മൾ കരുതിയിരിക്കുക. വളരെയധികം തീരെ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ദീനിൻ്റെ പ്രാഥമിക അറിവുകളൊന്നുമില്ലാത്ത ആളുകളായിരിക്കും പലപ്പോഴും ഇത്തരക്കാരുടെ ഓരോ സന്ദേഹങ്ങളിലും മറ്റുമൊക്കെ പെട്ടുപോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈമാനുമായി ബന്ധപ്പെട്ട എന്താണ് ഈമാൻ എന്നുള്ള കാര്യമാണ്. വിശ്വാസം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഈമാൻ എന്താണെന്ന് വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈമാനിനെ കുറിച്ചൊക്കെ ഒരു നിർവചനവും പഠനവും ഒക്കെ അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്? കാരണം ഈ വിഷയത്തിൽ അനേകം കക്ഷികൾ വലാലത്തിൽ വഴികേടിലായി പോയിട്ടുണ്ട്. ഈമാനിൻ്റെ വിഷയത്തിൽ വഴികേടിലായി പോയിട്ടുള്ള കക്ഷികളുണ്ട്. അതുകൊണ്ട് എന്താണ് ഈമാൻ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അറിയേണ്ട കാര്യമാണ്. കാരണം അത് പഠിക്കാത്ത പലരുടെയും വിശ്വാസം, പലരുടെയും ധാരണ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ഹൃദയത്തിൽ നമ്മൾ ഉള്ള ഒരു കാര്യം മാത്രമാണ്, അതിന് മറ്റ് വേറെ എവിടെയും സ്വാധീനമില്ല എന്നുള്ള ചിന്തയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു, ഖാല റഹിമഹുല്ലാഹു തആല വൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാൻ എന്ന് പറയുന്നത് ഖൗലുമുണ്ട് അമലുമുണ്ട്. വിശ്വാസം അതിൻ്റെ അടിസ്ഥാനം ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ അതിന് ഖൗലുണ്ട്, നമ്മുടെ പറയുന്ന സംസാരം അത് ഈമാനിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ അത് ഈമാനിൽപ്പെട്ട കാര്യമുണ്ട്. യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. കമാ ജാഅ ഫിൽ ഖബർ, ഹദീസിൽ വന്നതുപോലെ അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയാക്കിയ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. ഈ ഹദീസിൽ എവിടെയാണ് ഈമാൻ കൂടും കുറയും എന്ന് പറയുന്നതിൻ്റെ തെളിവ് എന്താ ഉള്ളത്? എവിടെയാണ് ഈ ഹദീസിൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളതിന് തെളിവുള്ളത്? അവിടെ പൂർത്തീകരണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈമാൻ പൂർത്തിയാക്കിയ ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണെന്നാണ്. അപ്പോൾ ഒരാളുടെ സ്വഭാവം എത്ര കണ്ട് നന്നാകുന്നോ അത്രയും ഈമാൻ പൂർത്തിയാകുമെന്നാണ്. അപ്പോൾ പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചുകൾക്ക് വിധേയമാകുന്ന കാര്യമാണ് പൂർത്തിയാകുക. കൂടുകയും കുറയും ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർത്തിയാകുക എന്ന് പറയാം. ഒരേ അവസ്ഥയാണ് പിന്നെ പൂർത്തിയാകാനില്ല. സ്വഭാവം ഇനി നന്നാക്കിയിട്ട് കുറെ കൂടാനൊന്നുമില്ല, സ്വഭാവം മോശമായ കുറഞ്ഞു പോവുകയും ചെയ്യില്ല. ഇത് ഹദീസിൽ വളരെ കൃത്യമായി പറയാം. അതുപോലെ അദ്ദേഹം കൊടുക്കുന്നു, വമൻ തറക സ്വലാത്ത ഫഖദ് കഫർ, ആരാണോ നിസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അദ്ദേഹം കൊടുത്തത്. നിസ്കാരം എന്ന് പറയുന്ന ഒരു അമലാണ്, അല്ലെ? നിസ്കരിക്കണം എന്നും വെറുതെ വിശ്വസിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നിസ്കരിക്കാതിരുന്നാൽ അത് അവൻ്റെ ഈമാനിനെ ബാധിക്കും. ഈമാന്റെ നേരെ വിപരീതമാണ് കുഫർ എന്ന് പറയുന്നത്. കുഫർ സംഭവിക്കുകയാണ്. നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ കുഫർ സംഭവിക്കുകയാണ്. അത് എന്തിനുള്ള തെളിവാണ്? നിസ്കാരം എന്ന് പറയുന്ന അമൽ ഈമാനിൽപ്പെട്ടതാണ് എന്നതിനുള്ള തെളിവാണ്. അതുപോലെ അദ്ദേഹം കൊടുക്കുന്നു, വലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സല, അതായത് ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമലുകളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന ഒരു അമലുമില്ല നിസ്കാരമല്ലാതെ എന്ന് വന്നിട്ടുണ്ട്. വമൻ തറകഹ ഫഹുവ കാഫിറുൻ വഖദ് അഹല്ലല്ലാഹു ഖത്ലഹു, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി തീരും. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അവനെ വധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ വളരെ കൃത്യമായി പറയാം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസമാണ്. ഈ വിശ്വാസം ഉള്ളിലല്ലേ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അതിന് ഒരു ശരിയായൊരു വജ്ഹ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ഈമാനിൻ്റെ അടിസ്ഥാനം കൽബിലാണ്. ഈമാനിൻ്റെ അടിസ്ഥാനം കൽബിലാണ്. പക്ഷേ കൽബിലുള്ളത് മാത്രമല്ല ഈമാൻ, മറിച്ച് ആ കൽബിലുള്ള ഈമാൻ നമ്മുടെ അമലുകളിലൂടെ പുറത്തേക്ക് വരും. അമലുകളിലൂടെ പുറത്തേക്ക് വരും, നമ്മുടെ സംസാരങ്ങളിലൂടെ പുറത്തേക്ക് വരും. ഒരു ഹദീസിൽ വളരെ കൃത്യമായി ഈമാൻ ഈ മൂന്ന് കാര്യത്തിലും ഉണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ, ചില റിവായത്തിൽ ബിദ്ഉൻ വസിത്തൂന ശുഅബ, 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളുണ്ട് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമല്ല, ഈമാനിന് 60-ൽ പരം ശാഖകളുണ്ട്. ഈമാൻ ഒരു വൃക്ഷമായി നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ അതിന് 60-ൽ പരം ശാഖകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? അഫ്ദലുഹ, അതിലേറ്റവും മുന്തിയത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറയലാണ്. ഇപ്പം ഈമാനിന് ഖൗലുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. വഅദ്നാഹ, അതിൻ്റെ ഏറ്റവും താഴെയുള്ളതായിട്ട് പറയപ്പെടാവുന്നത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ ഒരു മാലിന്യം കണ്ടാൽ ഒരാൾ എടുത്തു മാറ്റുന്നു. അത് ഈമാനിൻ്റെ ഭാഗമാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ ഒരു അറിയിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈമാനായിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. അല്ല, ഒരാൾ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അത് മാറ്റുകയാണെങ്കിൽ അത് ആ പ്രവർത്തനത്തെ ഈമാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രവർത്തനമാണ്. ഇമാതത്തുൽ അദാ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമല്ലേ, അത് ഈമാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് ഈമാനാണ്, ഇമാതത്തുൽ അദാ എന്ന് പറയുന്ന പ്രവർത്തനം ഈമാനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഹയാ, ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽപ്പെട്ടതാണ്. അത് കൽബിൻ്റെ പ്രവർത്തനമാണ്. ഒരാൾക്ക് ലജ്ജ ഉണ്ടാകുന്നത് കൽബിൽ നിന്നാണ്.
അപ്പോൾ അവിടെ കൽബിലുള്ള പ്രവർത്തനത്തെയും നാവ് കൊണ്ടുള്ള പ്രവർത്തനത്തെയും, കൽബിലെ വിശ്വാസവും നാവിലെ പ്രവർത്തനവും ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും എല്ലാം ഈമാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം സംസാരത്തിൽ മാത്രം ഒതുങ്ങുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഇത് മൂന്നും ഉണ്ട്. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അവരുടെ താരീഫുകൾ പറയുമ്പോൾ, നിർവചനങ്ങൾ പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പൊതുവായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് നുത്ഖുൻ മഅൽ ഖുദ്റ, കഴിവുള്ളവൻ അത് എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്യണം, അത് നാവ് കൊണ്ട് തന്നെ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഇഅ്തിഖാദുൻ ജാസിം, ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ട കാര്യമാണത്. വഅമലുൻ ളാഹിർ, അതുപോലെ തന്നെ ബാഹ്യമായ പ്രവർത്തനമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ അയാൾക്ക് ഇസ്ലാമിന് നല്ല വിശ്വാസമൊക്കെ മനസ്സിലുണ്ട്, ഇസ്ലാമിനെ അറിയാം, അംഗീകരിച്ചിട്ടുണ്ട്, ഇസ്ലാമാണ് ഏറ്റവും ശരി എന്നൊരാൾ അംഗീകരിച്ചു, പക്ഷെ അയാൾ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അയാൾ മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് ഒരാൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. ഇപ്പം അബൂ താലിബിൻ്റെ കാര്യമെടുത്താൽ, അബൂ താലിബ് ഇസ്ലാമാണ് ഏറ്റവും ശരിയായ ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് കൊണ്ടുവന്ന ദീൻ തന്നെയാണ് ഏറ്റവും നല്ല ദീൻ എന്നുള്ളതിൻ്റെ കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അബൂ താലിബിൻ്റെ കവിതകൾ ഇന്നും ലഭ്യമാണ്. പക്ഷേ അദ്ദേഹം അത് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് മുസ്ലിം ആവാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇഖ്റാർ ഉള്ളത് കൊണ്ട് മാത്രം, അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കില്ല. ഒരാൾ ഇസ്ലാം നല്ലതാണ്, ഇതിനെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി, ഇസ്ലാമിനെ കുറിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ പുകഴ്ത്താനല്ലാതെ ഒരാൾക്ക് സാധിക്കുകയില്ല. അത് ഏത് മനുഷ്യനാകട്ടെ, ആത്മാർത്ഥതയുണ്ട് ഒരാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ അതിൻ്റെ നന്മകളെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല, പറഞ്ഞിരിക്കും. ആത്മാർത്ഥതയുണ്ട്, ഖുർആൻ ഒരു തവണ അർത്ഥമെങ്കിലും വായിച്ചു നോക്കിയാൽ ഒരാൾക്ക് അതിനെക്കുറിച്ച് വാനോളം പുകഴ്ത്തുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നാവ് കൊണ്ട് പ്രഖ്യാപിക്കാതെ അയാൾക്ക് മുസ്ലിം ആവാൻ സാധിക്കുകയില്ല. അതുപോലെ അമൽ ചെയ്യേണ്ടതുണ്ട്. ആ അമലിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു അമൽ ചെയ്താൽ ഈമാൻ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ, അതല്ല നിസ്കാരം തന്നെ വേണ്ടതുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അമലുകൾ ഈമാനിൽ പെടുമെന്നുള്ളതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അത് വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്ന ആളുകളാണ് മുർജിയാക്കളായിട്ടുള്ള ആളുകൾ. മുർജിയാക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ഹൃദയത്തിൽ മതി, അമലിനെ ബാധിക്കുന്നില്ല. നീ എന്തമൽ ചെയ്താലും നിന്റെ വിശ്വാസത്തെ ബാധിക്കില്ല, അങ്ങനെ ഈമാൻ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയൊന്നും അമലുകൾ കൊണ്ടുണ്ടാവുകയില്ല എന്ന് പറയുന്ന ആളുകളാണ് മുർജിയാക്കൾ. അവർ ഏറ്റവും മോശപ്പെട്ട ആളുകൾ പറയുന്നത് അബൂബക്കറിന്റെ ഈമാനും വളരെയധികം ഫാജിറായ തെമ്മാടിയായ ഒരുവന്റെ ഈമാൻ ഒരുപോലെയാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് അമലുകൾ ചെയ്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഈമാൻ ഉയർന്നിട്ടൊന്നുമില്ല. ഇവൻ ഒരുപാട് തിന്മകൾ ചെയ്തു എന്നുള്ളത് കൊണ്ടും എന്ത് ചെയ്തിട്ടില്ല, അവൻ്റെ ഈമാൻ താണുപോയിട്ടില്ല. എല്ലാവരും അള്ളാഹുൽ വിശ്വസിച്ചവരാണെങ്കിൽ അവരുടെ ഈമാനൊക്കെ ഒരുപോലെ തന്നെയാണ് എന്നാണ് മുർജിയാക്കളുടെ വിശ്വാസം. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅ നാം നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ അമലുകൾ ചെയ്യുന്നതിലൂടെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവൻ തെറ്റുകൾ ചെയ്യുന്നതിലൂടെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നിസ്കാരം എന്ന് പറയുന്ന അമൽ അത് അവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈമാൻ അതില്ലാതായി പോകും. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, മടി കൊണ്ടാണെങ്കിലും ശരി, നിസ്കാരം ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്. നിസ്കാരം അത് ഉപേക്ഷിച്ചാൽ ഒരാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇൻ താബു വഅഖാമുസ് സ്വലാത്ത വആതുസ് സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ. ദീനുൽ ഇസ്ലാമിൽ നിന്ന് ഒരാൾ പുറത്തുപോയി, കുഫർ പ്രവർത്തിച്ചു, ഇനി ഒരാൾ തൗബ ചെയ്തു, ഫഇൻ താബു, അവൻ തൗബ ചെയ്തു, വഅഖാമുസ് സ്വലാ വആതുസ് സകാ, നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ ഫഇഖ്വാനുകും ഫിദ്ദീൻ, അപ്പോൾ അവർ നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഷിർക്കിൽ നിന്നും ഒരാൾ തൗബ ചെയ്ത് നിസ്കാരം നിലനിർത്തി സകാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ മുഅ്മിനായി, വിശ്വാസത്തിലായി, ഫഇഖ്വാനുകും ഫിദ്ദീൻ, ദീനിന്റെ സഹോദരങ്ങളാണ് എന്ന് പറയാം. ഈ ആയത്തിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരാൾ നിസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ അവൻ ഫലൈസു ഇഖ്വാനുകും ഫിദ്ദീൻ, ദീനിൽ നിങ്ങൾക്ക് സഹോദരങ്ങളല്ല എന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയൊരു ഇഷ്കാരം കൂടി ഉണ്ടാവും, സക്കാത്തിന്റെ വിഷയം അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം വാത്തു സക്കാത്ത എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ സക്കാത്ത് ഒരാൾ ഉപേക്ഷിച്ചാലും കാഫിർ ആവുകയില്ല എന്നറിയിക്കുന്ന ഹദീസുണ്ട്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും സക്കാത്ത് ഉപേക്ഷിച്ച ആളുകൾ കിട്ടുന്ന കടുത്ത ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപമായി വെച്ചിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത ആളുകൾക്ക് അവരുടെ നെറ്റിയിലും മുതുകത്തും പാർശ്വങ്ങളിലുമൊക്കെ ചുട്ടുപൊള്ളിപ്പിക്കുന്ന ശിക്ഷ അതൊക്കെ അവർക്ക് ലഭിക്കും. അങ്ങനെ അവസാനം ഫയുറ സബീലുഹു ഇമ്മ ഇലൽ ജന്നതി വ ഇമ്മ ഇലൻ നാർ എന്ന ഹദീസിന്റെ അവസാനത്തിലുണ്ട്. പിന്നീട് അവർക്ക് രണ്ട് മാർഗങ്ങൾ കാണിക്കപ്പെടും, ഒന്നുകിൽ സ്വർഗത്തിലേക്ക്
അല്ലെങ്കിൽ നരകത്തിലേക്ക്. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സ്വർഗവും നരകത്തിന്റെ വഴി പറയുന്നുണ്ട്. അപ്പോൾ കാഫിറാണെങ്കിൽ പിന്നെ സ്വർഗത്തിന്റെ വഴി അവിടെ പറയേണ്ടതില്ല. കാരണം അള്ളാഹു തആല ഒരുപക്ഷെ ആ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തു കൊടുത്തേക്കാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം. അപ്പോൾ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയല്ല, പക്ഷേ അമലുകളുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചാൽ കാഫിറാകുന്നത് നിസ്കാരമാണ് എന്നാണ് ഈ എല്ലാ തെളിവുകളും ഒരുമിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഹദീസിൽ അത് വളരെ വ്യക്തമായി വേറെയും വന്നിട്ടുണ്ട്. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ്സല. തീർച്ചയായും ഒരു മനുഷ്യന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും വ്യത്യാസം, ഇടയിലുള്ള വ്യത്യാസം തർക്കുസ്സല, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സല. നമുക്കും അവർക്കും അഥവാ കുഫാറുകൾക്കും ഇടയിലുള്ള ഉടമ്പടി, ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ. ആരത് ഉപേക്ഷിച്ചോ, നിസ്കാരം ആരുപേക്ഷിച്ചോ അവൻ കാഫിറായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന കാര്യം, ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം, അത് നാവ് കൊണ്ട് പറയണം, നിസ്കാരം നിലനിർത്തുകയും വേണം. ഇത് മൂന്നും അനിവാര്യമായ കാര്യമാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം, നിസ്കാരമല്ല ഏതെങ്കിലുമൊക്കെ ഒരു അമലുണ്ടായാലും അവൻ ഈമാൻ ഉണ്ട് എന്ന് തന്നെ പറയണം എന്നാണ്. അവരെ മുർജിയാക്കൾ എന്ന് പറയാവുന്നതല്ല, അവർ ഇർജാഇന്റെ വാദമുള്ള ആളുകളല്ല. അത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇർജാഇന്റെ വാദം അത് അല്ല. മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുർജിയാക്കൾ എന്ന് പറഞ്ഞാൽ അമലുകൾക്ക് ഈമാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആളുകളാണ് മുർജിയാക്കളായ ആളുകൾ. അതല്ലാതെ നിസ്കാരം മടികൊണ്ട് ഉപേക്ഷിച്ചാൽ കാഫിറാകുമോ ഇല്ലേ എന്ന അഭിപ്രായ വ്യത്യാസം അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു അമല് അയാൾ നിലനിർത്തിയാൽ അയാൾ മുഅ്മിൻ എന്നുള്ള അവസ്ഥയിലെത്തുമോ, അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ആ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഹൃദയത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അത് നാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈമാനുണ്ട്, അതുപോലെ തന്നെ ശരീരാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഈമാനുണ്ട്. ഇതെല്ലാം ഒരുമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന കാര്യം പൂർത്തിയാകുന്നത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, ഇത് വിശദമായ ചർച്ചകൾക്ക് വിധേയമാകുന്ന കാര്യമാണ്. അതിൻ്റെ ചുരുക്കമാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയത്. പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യം സ്വഹാബികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളുടെ കാര്യം. നമ്മൾ സ്വഹാബികളെ കുറിച്ച് നേരത്തെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളത്? സ്വഹാബികളുടെ മാർഗം മുറുകെ പിടിക്കുക എന്നുള്ളത് അതാണ് ദീൻ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച ദീൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ കാര്യമല്ല പറയുന്നത്, മറിച്ച് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഫദ്ലിനെ കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് ഈ ഭാഗത്ത് അറിയിക്കുകയാണ്. അദ്ദേഹം കൊടുക്കുകയാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്, വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കറിൻ സിദ്ദീഖ് സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നുഖദ്ദിമു ഹൗലാഇ الثلاث كما قدمهم അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖ്തലിഫു ഫീ ദാലിക്. അദ്ദേഹം പറയാണ്, ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ള ആൾ ആരാണ്? ബഅദ നബിയിഹ, ഈ ഉമ്മത്തിന്റെ നബി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെടുന്ന കാര്യമാണ്. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാണ്, നുഖദ്ദിമു ഹൗലാഇ الثلاث കമാ ഖദ്ദമഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ സഹാബത്ത് ഈ മൂന്ന് പേരെയും മുന്തിച്ചത് നമുക്ക് അതിന്റെ ചില റിവായത്തുകളൊക്കെ വായിക്കാം, അത് കാണാൻ സാധിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഈ മൂന്ന് പേരുടെയും കാര്യം. ലം യഖ്തലിഫു ഫീ ദാലിക്, ഈ മൂന്ന് പേരും ഇവരാണ് ഫദ്ലിന്റെ കാര്യത്തിൽ, ശ്രേഷ്ഠത കാര്യത്തിൽ ആദ്യത്തെ മൂന്ന് പേരെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത്. സഹോദരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ സഹാബികളെ പിൻപറ്റേണ്ട മാർഗം പിൻപറ്റേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ വിശദമായി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ആരാണ് സ്വഹാബി എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വഹാബി എന്ന് പറയുന്ന ആരാണ്? സ്വഹാബി എന്ന് പറയുന്നയാൾ, പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള നിർവചനം ഇപ്രകാരമാണ്: കുല്ലു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വലൗ സാഅ വമാത അലാ ദാലിക് വലൗ തഖല്ലലത് ദാലിക റിദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ, എന്നിട്ട് വിശ്വസിച്ച മുഴുവൻ ആളുകളും അതിൽപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടണം, അതേപോലെ വിശ്വസിക്കണം, അങ്ങനെയുള്ള മുഴുവൻ ആളുകളും അതിൽപ്പെടും. വലൗ സാഅ, അതൊരു കുറഞ്ഞ സമയമാണെങ്കിലും ശരി, ഒരു കുറഞ്ഞ ഒരു സമയമാണെങ്കിലും ശരി. എന്നിട്ടോ വമാത അലാ ദാലിക്, അതിൽ മരണപ്പെടുകയും വേണം. അബൂ താലിബ് എന്തുകൊണ്ട് സ്വഹാബിയല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പക്ഷേ വിശ്വസിച്ചിട്ടില്ല. അപ്പം കണ്ടുമുട്ടുക എന്നുള്ള കാര്യം നിർബന്ധമാണ്, പക്ഷേ എന്തില്ല,
കണ്ടുമുട്ടുകയും അപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുക എന്ന നിർബന്ധമാണ്. അതല്ലാതെ കണ്ടുമുട്ടുക എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഇനി താബിഈങ്ങളെ നമ്മൾ സ്വഹാബികൾ എന്ന് പറയാത്തത് കൊണ്ടാണ്. അവർ വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ കണ്ടുമുട്ടിയിട്ടില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ള ആളുകളാണ് ആര്? സ്വഹാബികൾ എന്ന് പറയുന്നത്. അത് ഒരുപാട് കൂടെ നടക്കണമെന്നില്ല. വലൂസ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു, കണ്ടു, ബൈഅത്ത് ചെയ്തു, കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദർസിൽ അവിടെ ഇരുന്നു, മജ്ലിസിൽ ഇരുന്നു. അങ്ങനെ എഴുന്നേറ്റ് പോയ ഒരു വ്യക്തിയുമാരാണ്? സ്വഹാബിയാണ്. അദ്ദേഹം സ്വഹാബിയാണ്, വലിയ ശ്രേഷ്ഠതയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നോക്ക് കാണാൻ സാധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അല്പനിമിഷം ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള മഹാഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന കാര്യമാണ്. അവർക്ക് ദുനിയാവിലുള്ള ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്. പിന്നെ അവസാനമായി പണ്ഡിതന്മാർ പറഞ്ഞത് വമാ തഅല ദാലിക്, മുഅ്മിനായിട്ട് തന്നെ മരിക്കണം. ചില ആളുകൾ മുർത്തദ്ദായിട്ട് പോയിട്ടുണ്ട്. വലൗ തഖല്ലല ദാലിക റിദ്ദ, അഥവാ ഒരാൾ മുർത്തദ്ദായിട്ട് പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ അവൻ സ്വഹാബിയായിട്ട് തന്നെ അറിയപ്പെടും. അതായത് മുസ്ലിമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി മുസ്ലിമാണ്, അവൻ പിന്നീട് ദീൻ ഇസ്ലാം പുറത്തുപോയി. പക്ഷേ കാര്യം മനസ്സിലായപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ പിന്നീട് മുസ്ലിമായിട്ട് മരിച്ചാൽ അവൻ സ്വഹാബിയായിട്ട് തന്നെയാണ് പരിഗണിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, സ്വഹാബികൾക്ക് എല്ലാവരും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. എന്നാൽ സ്വഹാബികളിൽ ശ്രേഷ്ഠതയ്ക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ശ്രേഷ്ഠതയുണ്ട്. ഇവരെല്ലാവരും ശ്രേഷ്ഠതയുണ്ട്. ഈ ശ്രേഷ്ഠത എന്തിനറിയിക്കുന്നില്ല? ഒരാൾ മറ്റൊരാളെക്കാൾ ന്യൂനതയുണ്ട് എന്ന് അറിയിക്കുന്നില്ല. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അത്തഫാദുലു ഫിൽ കമാൽ ലാ യസ്തൽസിമു നഖ്സാ, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ഒരാൾ മറ്റൊരാളെക്കാളും മുന്തിയതാണ് എന്ന് അറിയിക്കുന്നത് മറ്റേയാൾക്ക് കുറവുണ്ട് എന്ന് അറിയിക്കുന്നില്ല. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളിൽക്ക് വിശേഷണങ്ങൾ ചിലതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള അള്ളാഹുവിൻ്റെ കലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സിഫാത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരമാണ് ഖുർആൻ. അതിലെ ചില സൂറത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് ബാക്കിയുള്ള 113 സൂറത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അതിനർത്ഥം ബാക്കിയുള്ള 113 സൂറത്തുകൾ എന്തെങ്കിലും കുറവുകളുണ്ട് എന്നുള്ളതല്ല, മറിച്ച് അതിനൊന്നുകൂടി ശ്രേഷ്ഠത കൂടുതലുണ്ട് എന്നാണ്. ആയത്തുൽ കുർസിക്ക് ബാക്കിയുള്ള എല്ലാ ആയത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആയത്തുകൾക്ക് ഒരു കുറവുമില്ല, ഇതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അറിയിക്കുന്നത്. പ്രവാചകന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാക്കിയുള്ള എല്ലാ നബിമാരെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബാക്കിയുള്ള മുഹമ്മദ് നബി ഒഴിച്ച ബാക്കിയുള്ള നബിമാരെക്കാളൊക്കെ എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. അത് അറിയിക്കുന്ന ബാക്കി നബിമാർക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട് എന്നല്ല, മറിച്ച് അവരെല്ലാം ശ്രേഷ്ഠതയുള്ളവരാണ്. എന്നാൽ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അപ്പം അതിൻ്റെ തർത്തീബാണ് പിന്നീട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അദ്ദേഹം കൊടുത്തത് ആദ്യം അബൂബക്കറാണ്, രണ്ടാമത് ഉമറാണ്, മൂന്നാമത് ഉസ്മാനാണ്, നാലാമത് അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്നാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ ആദ്യകാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ ആള് അലിയാണോ അല്ല ഉസ്മാനാണോ, നാലാമത്തെ ആൾ അലിയാണോ അല്ല ഉസ്മാനാണോ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് ഖിലാഫത്ത് ഒക്കെ വന്നതിന് ശേഷം ആളുകൾ പറഞ്ഞു, സഹാബികളിൽ തന്നെ പലരും പറഞ്ഞു, ഖിലാഫത്തിൻ്റെ അതേ തർത്തീബിൽ തന്നെയാണ് അവരുടെ ശ്രേഷ്ഠതയും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഖിലാഫത്തിൻ്റെ അതേ തർത്തീബിൽ തന്നെയാണ്, അതേ ക്രമത്തിൽ തന്നെയാണ് ശ്രേഷ്ഠതയും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി ചില ആളുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നീടുള്ളത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ അലി റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ആളുകളൊക്കെ പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ ഈ 10 ആളുകളിൽ തന്നെ സ്വർഗം കൊണ്ട് 10 ആളുകളിൽ തന്നെ അഹ്ലു ഷൂറ കമ്മിറ്റിയായിട്ട് അഥവാ കൂടിയാലോചിക്കുന്ന കമ്മിറ്റിയായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിനുശേഷം അഹ്ലു ബദറാണ് സ്വഹാബികളുടെ കൂട്ടത്തിൽ. ഇവർക്ക് ശേഷം ബദറിൽ പങ്കെടുത്തവർക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ബദറിൽ പങ്കെടുത്ത 313 അല്ലെങ്കിൽ അത്രയും ആ ഒരു ഏതാണ്ട് സംഖ്യയുള്ള സ്വഹാബികൾക്കാണ് ബാക്കിയുള്ള സ്വഹാബികളെക്കാളും ശ്രേഷ്ഠതയുള്ളത്. പിന്നീട് മുഹാജിറുകൾക്കാണ് അൻസാരികളെക്കാളും ശ്രേഷ്ഠതയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിറുകളെയാണ് ആദ്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. മുഹാജിറുകൾക്ക് അൻസാരികളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ളത് ബൈഅത്തു റിദ്വാനിൽ, അതായത് ഒരു മരമാണ്, അതിൻ്റെ കീഴിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്, അവർക്കാണ് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ
വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു തആല പറയുന്ന അസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആളുകൾ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽപ്പെട്ട അൻസാറുകളിലുംപ്പെട്ട ആളുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, പിന്നീട് ഈ സ്വഹാബികളെ തുടർന്നു വന്ന ആളുകൾ, ഇഹ്സാനോടുകൂടി ശരിയായ മാർഗത്തിൽ തുടർന്നു വന്ന ആളുകൾ, റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ മുന്തിച്ച് പറയുന്നുണ്ട്, മുഹാജിറുകൾ അൻസാറുകളെക്കാളും മുന്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണ്? സ്വഹാബികൾക്കിടയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്, എന്നാൽ എല്ലാ സ്വഹാബികളും ശ്രേഷ്ഠരായ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിട്ടുള്ള ആളുകളാണ്. സ്വഹാബികളിൽ ഒരാൾ പോലും കളവ് പറയുന്നതായിട്ട് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല. സ്വഹാബികളുടെ മുഴുവൻ വാക്കുകളും അത് എന്താണ്? സ്വഹാബികളുടെ മുഴുവൻ വാക്കുകളും അത് സത്യം മാത്രമാണ്. മുഴുവൻ വാക്കുകളും സത്യമാണ്. സ്വഹാബികളിൽ ഒരാളും കളവ് പറയുകയില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിനിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഇങ്ങനെ ഓരോ പരമ്പരയിൽ ആളുകൾ വരും അല്ലെ. ഇമാം ബുഖാരിയിൽ നിന്ന് ഇന്നയാൾ കേട്ടു, പിന്നെ ഇന്നയാൾ കേട്ടു, പിന്നെ താബിഈ കേട്ടു, പിന്നെ സ്വഹാബി കേട്ടു എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ താബിഈ വരെ മാത്രമേ അയാൾ സ്വഹീഹാണോ, അയാൾ കള്ളം പറയുന്ന ആളാണോ അല്ലേ, അയാളുടെ സ്വീകാര്യതയും മറ്റുമൊക്കെ പരിശോധിക്കപ്പെടുകയുള്ളൂ. താബിഈ ഒരു സ്വഹാബിയിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞാൽ താബിഈ വിശ്വസ്തനാണെങ്കിൽ പിന്നെ സ്വഹാബിയെക്കുറിച്ച് വേറെ പഠനമില്ല. അയാൾ സ്വഹാബിയാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി. അയാൾ സ്വഹാബിയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. സ്വഹാബി പറഞ്ഞാൽ പിന്നീട് സ്വഹാബിയുടെ അദാലത്ത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അദാലത്ത് ഏറ്റെടുത്ത് അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും, അല്ലാഹു ആ സ്വഹാബികളെ മുഴുവനും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മണിക്കൂർ ഒരാൾക്ക്, അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞൊരു സമയം ഒരാൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ പിന്നീട് ലോകത്തുള്ള എല്ലാ ഇബാദത്തുകളും ചെയ്യുന്ന സർവ്വ മനുഷ്യരെക്കാളും ശ്രേഷ്ഠത അയാൾക്കാണ്. അയാളുടെ ശ്രേഷ്ഠത മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. പിന്നീട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ സ്വഹാബികളുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്, സുമ്മ ബഅദ ഹൗലാഇ സലാസ, അദ്ദേഹം ആദ്യത്തെ 3 ആളുകളെ കുറിച്ച് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചും ഉമർ ബിൻ ഖത്താബിനെ കുറിച്ചും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ കുറിച്ചും പറഞ്ഞു റളിയല്ലാഹു അൻഹും. സുമ്മ ബഅദ ഹൗലാഇ സലാസ, പിന്നീട് ഈ 3 ആളുകൾക്ക് ശേഷം അസ്ഹാബു ശൂറ അൽ ഖംസ, ഷൂറയുടെ 5 ആളുകൾ എന്നറിയപ്പെടുന്ന, അഥവാ കൂടിയാലോചനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 5 ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ആരൊക്കെയാണ് അവർ? അലി ബിൻ അബി താലിബ്, വത്വൽഹ, വസുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, വസഅദ്. ഈ 5 ആളുകളാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നു, കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ വകുല്ലുഹും ഇമാം, ഇവരെല്ലാവരും ഖിലാഫത്തിന് യോജിക്കുന്നവരും എല്ലാവരും ഇമാമിങ്ങളുമാണ് എന്നാണ് പറയുന്നത്. വനദ്ഹബു ഫീ ദാലിക ഇലാ ഹദീസ് ഇബ്നു ഉമർ, ഈ വിഷയത്തിൽ നമ്മൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസാണ് നമ്മൾ അവലംബിക്കുന്നത്. കുന്നാ നഉദ്ദു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ വഅസ്ഹാബുഹു മുതവാഫിറൂൻ അബൂബക്രിൻ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ നസ്കുത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മളിങ്ങനെ സ്വഹാബികളെ ശ്രേഷ്ഠത എണ്ണാറുണ്ട്. അപ്പോൾ ആദ്യം പറയാറുള്ളത് അബൂബക്കറും പിന്നെ ഉമറും പിന്നെ ഉസ്മാനുമാണ്. സുമ്മ നസ്കുത്തു, പിന്നീട് നമ്മൾ അതിനപ്പുറത്തേക്ക് അന്ന് പറഞ്ഞിരുന്നില്ല എന്നാണ്. സുമ്മ മിൻ ബഅദി അസ്ഹാബി ഷൂറ, പിന്നീട് ഷൂറയുടെ ആളുകൾക്ക് ശേഷം അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളാണ്. സുമ്മ അഹ്ലു ബദ്രിൻ മിനൽ അൻസാരി മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് റസൂലുള്ളാഹിന്റെ സഹാബികളിൽപ്പെട്ട അൻസാരികളിൽ ആരൊക്കെയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത് അവർക്കാണ് മറ്റുള്ള മുഹാജിറുകളേക്കാൾ ശ്രേഷ്ഠത. അല ഖദ്രിൽ ഹിജ്റത്തി വസ്സാബിഖ, അതിൽ ആദ്യം ഹിജ്റ വന്നത് മുൻഗണനതൊക്കെ ആരാണ്? ഔവലൻ ഫഔവല, അതിനനുസരിച്ചിട്ടാണ് അവരുടെ ശ്രേഷ്ഠത ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നീട് സ്വഹാബികളെ കുറിച്ച് പറയുന്നു, സുമ്മ അഫ്ളലുൻ നാസി ബഅദ ഹൗലായി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖർനുൽ ലദീ ബുഇസ ഫീഹിം. പിന്നീട് ഈ സ്വഹാബികളെ ഈ പറഞ്ഞ രൂപത്തിൽ തർത്തീബിൽ എണ്ണി പറഞ്ഞാൽ മൊത്തം സ്വഹാബികൾക്ക് എന്തുണ്ട്? പിന്നീട് ശ്രേഷ്ഠതയുണ്ട്. വകുല്ലു മൻ സഹിബഹു സനതൻ ഔ ഷഹറൻ ഔ യൗമൻ ഔ സാഅതൻ ഔ റആഹു ഫഹുവ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു വർഷമോ അല്ലെങ്കിൽ മാസമോ ഒരു ദിവസമോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമയമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളാണ്. ലഹു മിനസ് സുഹ്ബതി അലാ ഖദ്രി മാ സഹിബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര ചെലവഴിച്ചു അതിനനുസരിച്ചിട്ടാണ് അവരുടെ സുഹബത്ത്, അവരുടെ സഹാബിക്ക് ശ്രേഷ്ഠതയുണ്ടാകും അതൊക്കെ വരുന്നത്. വകാനത് സാബിഖതുഹു മഅഹു വസമിഅ മിൻഹു വനദറ ഇലൈഹി നദറതൻ, അവർ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കേൾക്കുകയോ കാണുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഫഅദ്നാഹും സുഹ്ബതൻ ഹുവ അഫ്ളലു മിനൽ ഖർനി അല്ലദീ ലം യറൗഹു,
അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ കാലം സുഹബത്ത് ആ കൂടെ കഴിയാൻ സാധിക്കുന്നവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ഒരുപാട് അമലുകളുള്ള വലൗ ലഖുല്ലാഹ ബിജമീഇൽ അഅമാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത എന്നാൽ ഒരുപാട് അമലുകളുള്ള ആളുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പറയുന്നത്. കാന ഹൗലാഇ അല്ലദീന സഹിബു അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഔഹു വസമിഉ മിൻഹു വമൻ റആഹു ബിഐനിഹി വആമന ബിഹി വലൗ സഅ അഫ്ളലു ലിസുഹ്ബതിഹി മിനത് താബിഈൻ വലൗ അമിലു കുല്ല അമാലിൽ ഖൈർ. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുകയോ കാണുകയോ കണ്ണുകൊണ്ട് കാണുകയും വിശ്വസിക്കുകയും ഒരു കുറഞ്ഞ സമയമെങ്കിലും ഒരുമിച്ചിരിക്കുകയും ചെയ്ത ആളുകൾക്ക് അഫ്ളലു ലിസുഹ്ബതിഹി മിനത് താബിഈൻ, താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. വലൗ അമിലു കുല്ല അമാലിൽ ഖൈർ, താബിഈങ്ങൾ എത്ര ഖൈറുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ചില ആളുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളക്കാണോ ഏറ്റവും ശ്രേഷ്ഠത എന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ കോപം കൊണ്ട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയാണ്, വഹി എഴുതിയ ആളാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് എങ്ങനെയാണ് അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠത ഉണ്ടാവുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ. അവർക്കാണ് ശേഷക്കാരായ എത്ര അമലുകളുള്ള താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും സ്വഹാബികളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിശ്വാസ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.